നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 49 അധ്യായം. ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ദ്വീപുകളെ, എന്റെ വാക്ക് കേൾപ്പീൻ. ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ച് എന്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എന്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. അവൻ എന്റെ വായ മൂർച്ചയുള്ള വാൾ പോലെ ആക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. എന്നോട്, ഇസ്രായേലേ, നീ എന്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹത്വീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഞാൻ വെറുതെ അധ്വാനിച്ചു, എന്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എന്റെ ന്യായം യഹോവയുടെ പക്കലും എന്റെ പ്രതിഫലം എന്റെ ദൈവത്തിന്റെ പക്കലും ഇരിക്കുന്നു. ഇപ്പോഴോ യാക്കോബിനെ തന്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തന്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും എന്റെ ദൈവം എന്റെ ബലവും ആകുന്നു. നീ യാക്കോബിന്റെ ഗോത്രങ്ങളെ എഴുന്നേൽപ്പിക്കേണ്ടതിനും ഇസ്രായേലിൽ സൂക്ഷിക്കപ്പെട്ടവരെ തിരിച്ച് വരുത്തേണ്ടതിനും എനിക്ക് ദാസനായിരിക്കുന്നത് പോരാ. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്നവൻ അരുളി ചെയ്യുന്നു. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനും അവന്റെ പരിശുദ്ധനുമായ യഹോവ സർവ നിന്ദിതനും ജാതികൾക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. വിശ്വസ്തനായ യഹോവ നിമിത്തം, നിന്നെ തെരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ടെഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരം അരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പൊയ്ക്കൊള്ളുവീൻ എന്നും അന്ധകാരത്തിൽ ഇരിക്കുന്നവരോട് വെളിയിൽ വരുവീൻ എന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. നിന്നെ ജനത്തിന്റെ നിയമമാക്കി വച്ചിരിക്കുന്നു. അവർ വഴികളിൽ മേയും, എല്ലാ പാഴ്ക്കുന്നുകളിലും അവർക്ക് മേച്ചിലുണ്ടാകും. അവർക്ക് വിശക്കയില്ല, ദാഹിക്കുകയുമില്ല. മരീചികയും വെയിലും അവരെ ബാധിക്കയില്ല. അവരോട് കരുണയുള്ളവൻ അവരെ വഴി നടത്തുകയും നീരുറവുകൾക്കരികെ അവരെ കൊണ്ടുപോവുകയും ചെയ്യും. ഞാൻ എന്റെ മലകളെയൊക്കെയും വഴിയാക്കും, എന്റെ പെരുവഴികൾ പൊങ്ങിയിരിക്കും. ഇതാ, ഇവർ ദൂരത്തു നിന്നും, ഇവർ വടക്കു നിന്നും പടിഞ്ഞാറ് നിന്നും, ഇവർ സീനീം ദേശത്തു നിന്നും വരുന്നു. ആകാശമേ ഘോഷിച്ചുല്ലസിക്ക, ഭൂമി ആനന്ദിക്ക, പർവ്വതങ്ങളെ പൊട്ടിയാർക്കുക. യഹോവ തന്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, തന്റെ അഭിഷിക്തന്മാരോട് കരുണ കാണിക്കുന്നു. സിയോനെ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നുകളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തന്റെ മകനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവർ മറന്നുകളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. യെശയ്യാപ്രവചനം 49 അധ്യായവും വളരെ പ്രസിദ്ധങ്ങളായ വാക്യങ്ങളുള്ള, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വാക്യങ്ങളുള്ള അധ്യായമാണ്. 2-ാം വാക്യം, അവനെന്റെ വായ മൂർച്ചയുള്ള വാൾ പോലെയാക്കി തന്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കി അമ്പാക്കി തന്റെ പൂണിയിൽ മറച്ചു വെച്ചു. ഇത് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളെ ദൈവം കൃപാവരം നൽകി പ്രയോജനപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ ഇസ്രായേലിനെ രക്ഷിക്കുവാൻ ബാബേൽ രാജാവായ കോരേശിനെ ദൈവം ഒരുക്കുന്ന കാര്യമാണ് ഇവിടുത്തെ താൽക്കാലികമായ അർത്ഥം. 4-ാം വാക്യം, എങ്കിലും എൻ്റെ ന്യായം യഹോവയുടെ പക്കലും എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു. ഇസ്രായേൽ ദൈവത്തെ സംശയിച്ചു. ദൈവത്തിനായിട്ട് ദൈവഭക്തി മുറുകെ പിടിക്കുന്നതൊക്കെ വ്യർത്ഥമാണെന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ഇതിനൊക്കെ പ്രതിഫലമുണ്ട്. 5-ാം വാക്യം, ഞാൻ യഹോവയ്ക്ക് മാന്യനും
എൻ്റെ ദൈവം എൻ്റെ ബലവുമാകുന്നു. ഇത് കോരേശ് പറയുന്ന, കോരേശിനെ കുറിച്ചുള്ള കാര്യമാണ്. കോരേശ് ഇസ്രായേലിനെ രക്ഷിക്കാൻ എഴുന്നേൽക്കും. ഒരു പുറജാതി രാജാവ് ഇസ്രായേലിനെ രക്ഷിക്കുകയാണ്. എന്നാൽ ഇത് യേശുവിൻ്റെ കാര്യം കൂടെയാണ്. യേശുവാണ് മനുഷ്യവർഗത്തെ ദൈവത്തിനായിട്ട് ഒരുക്കിയത്. 6-ാം വാക്യം, എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. വാസ്തവത്തിൽ ഇത് താൽക്കാലികമായിട്ട് കോരേശിൻ്റെ കാര്യമാണെങ്കിലും യേശുവിൻ്റെ കാര്യം കൂടെയാണ്. കോരേശ് നിമിത്തമുള്ള ഇസ്രായേലിൻ്റെ വിടുതൽ ഒരുപാട് ജാതികളെ ചിന്തിപ്പിക്കുവാൻ ഇത് ദൈവത്തിൻ്റെ, കാരണം ബാബേൽ അന്നത്തെ വലിയ സാമ്രാജ്യമാണ്. ആ ബാബേൽ സാമ്രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിന് വിടുതലുണ്ടായി അവർക്ക് തിരിച്ചവരുടെ നാട്ടിലേക്ക് 70 വർഷങ്ങൾക്ക് ശേഷം വരാൻ കഴിഞ്ഞത് സകല ജാതികളെ അമ്പരപ്പിച്ച കാര്യമാണ്. അതുപോലെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അത് ലോകം മുഴുവൻ അറിയാൻ ഇടയാകുന്നു. യേശു പറഞ്ഞ, എൻ്റെ സുവിശേഷം സകല രാജ്യങ്ങളിലും പ്രസംഗിക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകും എന്ന്. യേശുവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളമായി താൻ പറഞ്ഞത് സുവിശേഷം സകല രാജ്യത്തും പ്രസംഗിക്കപ്പെടുവാൻ ഇടയാകുമെന്നാണ്. ചില രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അതിന് തടസ്സമുണ്ടെങ്കിലും സുവിശേഷം എത്താത്ത ഒരു ജനപദവുമില്ല. സകല ഭാഷയിലും ഗോത്രത്തിലും വംശത്തിലും ജാതിയിലും ഒക്കെയുള്ള ആളുകൾ ഒരു നിലയിൽ അല്ലെങ്കിൽ വേറൊരു നിലയിൽ സുവിശേഷം അറിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അവർക്ക് വായിക്കാൻ അറിഞ്ഞുകൂടായിരിക്കാം, അല്ലെങ്കിൽ വായിക്കാൻ ബൈബിളില്ലായിരിക്കും. പക്ഷേ റേഡിയോ വഴി, TV വഴിയൊക്കെ അവർക്ക് ഇത് കേൾക്കാനായിട്ട്, യേശുവാണ് ദൈവം എന്നറിയാനായിട്ട് ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അതിൻ്റെ 8-ാം വാക്യം, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ഈ യെശയ്യാപ്രവചനത്തിലെ വാക്യം ഉദ്ധരിച്ചിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, അല്ലെങ്കിൽ ദൈവാത്മാവ് അദ്ദേഹത്തിലൂടെ പറയുന്നത്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. അപ്പോൾ കോരേശിനെ ദൈവം ഉണർത്തി ഇസ്രായേലിന് സ്വാതന്ത്ര്യം നൽകാനായിട്ട് തൻ്റെ മനസ്സിനെ പ്രേരിപ്പിച്ചു. അതുപോലെ കർത്താവായ യേശു മൂലം മനുഷ്യവർഗത്തിന് രക്ഷാമാർഗം ഉണ്ടാകാൻ ദൈവം പ്രസാദിച്ചു. ആ കാര്യം ലോകത്തെ അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം എന്ന് പറയുന്നത്. 15-ാം വാക്യം, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവർ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല. അപ്പോൾ ഇസ്രായേലിനെ ദൈവം മറക്കയില്ല എന്ന് ഒരർത്ഥം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകളെ ഒരു കാരണവശാലും കർത്താവ് ഉപേക്ഷിക്കത്തില്ല. ചില ആളുകൾ പറയുന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റും കുറ്റവും ഉണ്ടായാൽ യേശു നമ്മളെ ഉപേക്ഷിച്ച് കളയും എന്നാണ്. അങ്ങനെയില്ല. യേശു നമുക്ക് ബാലശിക്ഷ തന്ന് നമ്മളെ ശിക്ഷിച്ച് നമ്മളെ ഒരു ഇടയൻ ആടുകളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകും. തെറ്റിപ്പോകുന്ന ആടിനെ ഇടയൻ കൊല്ലുകയല്ലല്ലോ, അടിച്ച് കൊണ്ടുപോകും. യേശു പറഞ്ഞ നല്ല ഇടയനാണ്. അപ്പോൾ സിംഹങ്ങളിൽ നിന്നോ അരളിൽ ചെന്നായിൽ നിന്നോ വിടുവിക്കാൻ കഴിയുക മാത്രമല്ല, വഴിതെറ്റിപ്പോകുന്ന ആടുകളെ അടിച്ച് നേർവഴിക്ക് കൊണ്ടുപോകാൻ ആണ് തൻ്റെ കയ്യിൽ വടിയും കോലും ഒരു ഇടയൻ്റെ കയ്യിൽ ഉള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. 23-ാം വാക്യം, രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരും രാജ്യന്മാർ നിന്റെ പോറ്റമ്മമാരുമായിരിക്കും. അവർ നിന്നെ നമസ്കരിച്ച് വണങ്ങി നിന്റെ കാലിലെ പൊടി നക്കും. ഞാൻ യഹോവ എന്നും എനിക്കായി കാത്തിരിക്കുന്നവർ ലജ്ജിച്ചു പോകുകയില്ല എന്നും നീ അറിയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രിയദാസനായ യേശുവിനെ കുറിച്ച് വിവരിക്കുന്ന കാര്യമാണിത്. യേശു തൻ്റെ രക്ഷണ സുവിശേഷം ദ്വീപുകളിലും ദൂരത്തുള്ള സ്ഥലങ്ങളിലും അറിയിക്കുന്നതാണ്. 1-ാം വാക്യം, ദ്വീപുകളെ പ്രബോധനം കേൾപ്പിക്കുന്നല്ലേ. യേശുവിൻ്റെ സ്വർഗാരോഹണ ശേഷം ശിഷ്യന്മാർ പ്രസംഗിച്ചപ്പോൾ യേശു അവരോട് കൂടെ ഇരുന്ന് അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു എന്നാണ് മർക്കോസ് 16:20 വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാനുള്ള കാലം ഇതാണ്. ഇതിന് ശേഷം ഒരു കാലമില്ല. കാലം തികഞ്ഞു. ഇപ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത നിലയിൽ ഉള്ള, കണ്ണ് കണ്ടിട്ടോ ചെവി കേട്ടിട്ടോ ഇല്ലാത്ത ആ ദൈവരാജ്യാനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകും. നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. അതിനായിട്ട് എല്ലാവരെയും കർത്താവ് ഒരുക്കട്ടെ, സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.